ഹേയ് ഗായ്സ്, നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഒരു സാധനം ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഞാൻ ഇന്ന് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് റാഗി ദോശയാണ്. അപ്പം ഞാനിവിടെ റാഗിപ്പൊടി എടുത്തേക്കുന്നത് എലൈറ്റിൻ്റെയാണ്. എലൈറ്റിൻ്റെ റാഗിപ്പൊടി നല്ല സ്മൂത്താണ്. അപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ആയിക്കൊണ്ട് കുറച്ച് റാഗിപ്പൊടി എടുത്തു. പിന്നെ ഇച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടു. പിന്നെ അത് ഇതാവാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളം ഇച്ചിരി കൂടിപ്പോയി ഗൈസ്. നല്ല പോലെ ലൂസായി. ഞാൻ കുറേ വട്ടം ഇളക്കി നോക്കി എങ്ങനെയെങ്കിലും അത് ഒരു ദോശയുടെ ഒരു ക്രീം പരുവം ആവുമെന്ന് നോക്കി. ബട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ആ കട്ട പിടിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിലോട്ടൊക്കെ പൊടി ഇടുമ്പോഴത്തേക്ക് ഒരു കട്ട ഉണ്ടല്ലോ, ആ ഒരു ഇത് പിടിച്ച് കിടന്നതൊക്കെ ഒന്ന് ഇതാക്കിയാലും അത് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ നടന്നില്ല. നല്ല രീതിയിൽ വെള്ളം പോലായി എന്ന് പറഞ്ഞാൽ വെള്ളം പോലായി. ഞാൻ ഇതിനകത്ത് കോരി ഒഴിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ പൊടി ഇട്ടു. എനിക്ക് വേണ്ടിയുള്ളത് ഉണ്ടാക്കിയുള്ളായിരുന്നു. അപ്പോൾ കൂടിപ്പോയി. പൊടിയും കൂടി ഇട്ടപ്പോഴത്തേക്ക് നല്ലപോലെ കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്കും കൂടെ വെച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാനതൊരു വിധത്തിൽ മറ്റേ ദോശയുടെയൊക്കെ ക്രീമി പരുവാക്കിയെടുത്തു. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്. ഈ ചില റാഗിപ്പൊടി ഇപ്പം എലൈറ്റിൻ്റേതിൻ്റെ അത്രയും വിഷയമില്ല. ചില റാഗിപ്പൊടിയൊക്കെ ഭയങ്കരമായിട്ട് കട്ടി പിടിച്ചെടുക്കും. അപ്പം അത് ഒരു നേരത്തെ ലൂസിനെക്കാട്ടി ഒരു ദോശ ഒരു പരുവായി. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ അരിദോശയ്ക്കായാലും ഗോതമ്പ് ദോശയ്ക്കായാലും എല്ലാം ചെയ്ത് കൊടുക്കുന്ന പോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങയൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. എനിക്ക് ഓൾറെഡി ഈ ദോശയ്ക്കകത്തായാലും എന്തിനകത്തായാലും കഞ്ഞിക്കകത്തായാലും ഒക്കെ തേങ്ങ ഇട്ട് തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ അത് നല്ലപോലെ അതിനകത്തേക്ക് ഒരു മിക്സിനകത്തേക്ക് നല്ലപോലെ ആ തേങ്ങയും ഇതാക്കി കൊടുത്തു. അങ്ങനെ ഞാൻ അത് സെറ്റാക്കി. ഇനി നമുക്കത് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ആദ്യം ഗ്യാസ് കത്തിച്ചു. ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തു. ദോശക്കല്ല് വെച്ചപ്പോൾ എൻ്റെ കൈ ശരിക്കും പൊള്ളി ഗൈസ്. കാരണം ഞാൻ ഒരു ഫോൺ കൈ പിടിച്ചുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് ഗ്യാസ് കത്തിക്കുകയും എന്നിട്ട് ദോശക്കല്ലെടുത്ത് വെക്കുകയും ചെയ്തു. അതൊക്കെ പോട്ടെ. ഞാൻ പിന്നെ കല്ല് ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഈ എണ്ണയൊക്കെ തൂക്കുന്ന തുണി വെച്ച് അത് ഫുള്ള് പരത്തി വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദോശ കോരി ഒഴിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ച് ഫ്ലോപ്പായിരുന്നു. കാരണം ഒഴിച്ച് കറക്കാൻ നോക്കിയപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഒരു സ്പൂണും കൂടെ ഒഴിച്ചപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ അതൊന്ന് വെന്ത് കിട്ടാൻ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു സ്പെഷ്യൽ സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ കാഷ്യൂനട്ട് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഞുറുക്കിയതും പിന്നെ മിക്സ് പൊടിയും കൂടെ ആയത്. അങ്ങനെ ഞാനത് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ ഫോൺ താഴെ പോയി. അങ്ങനെ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് കാഷ്യൂ കരിഞ്ഞതിൻ്റെ പാട്ടിനായി. പക്ഷേ അത് കാഷ്യൂ ഇങ്ങനെ മറ്റേ റോസ്റ്റഡ് കാഷ്യൂ ഒക്കെ ആവുന്ന പോലെ വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ രണ്ടാമത്തെ ദോശയ്ക്കും പക്ഷേ നമ്മൾ കലക്കി വെച്ചത് 3 ദോശ ആദ്യം പ്ലാൻ ഇട്ടത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കറക്റ്റ് 2 ദോശയ്ക്കുള്ള മാവേ ഉള്ളായിരുന്നു. ഇതിനകത്ത് ഈ ദോശയ്ക്കകത്ത് ഞാൻ ആഡ് ചെയ്തത് ശർക്കരയാണ്. നമ്മൾ ഈ ഗോതമ്പ് ദോശയ്ക്കകത്തൊക്കെ ശർക്കരയൊക്കെ വെക്കുമല്ലോ, അപ്പോൾ അതുപോലെ ഞാൻ ശർക്കരയൊക്കെ വെച്ച് തേങ്ങയും ശർക്കരയും കൂടെ ആകുമ്പം വേറൊരു ഫ്ലേവർ കിട്ടുമല്ലോ. അങ്ങനെ അതും ഞാനെടുത്ത് തിരിച്ചിട്ടപ്പം അവിടെ ഫ്ലോപ്പ് മുറിഞ്ഞു പോയി. കാരണം അത് നല്ലപോലെ വേഗുന്നതിന് മുന്നേ ഞാൻ തിരിച്ചിട്ടു. പിന്നെ ഞാനതൊരു തൃപ്തി വരാൻ വേണ്ടി ബാക്കി വന്ന മാവ് വടിച്ചു കോരിയ ലൈനകത്ത് ഒഴിച്ച് അതൊരു ഷേപ്പിലെത്ത് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിച്ചു 2 ഭാഗവും. അങ്ങനെ അത് മൊത്തവും ഇങ്ങനെ ഒരു ഒഴിച്ച മാവ് വേവാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാനതൊരു വിധത്തിൽ തിരിച്ചിട്ടു. പക്ഷേ ആ തിരിച്ചിട്ടതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ നമ്മൾ ശർക്കരയും അലുത്ത് വന്നതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് മറ്റേ കാഷ്യൂനട്ട് പൊടി ഞുറുക്കിയത് അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതും ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ മറ്റേ എടുത്ത് വെച്ച ദോശയുടെ കൂടെ ഇതും എടുത്ത് വെച്ച് കൊടുത്തു. കണ്ടാൽ നല്ലൊരു ചോക്ലേറ്റ് ദോശയുടെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലേ ഗൈസ്. കണ്ടോ, നല്ല ചോക്ലേറ്റ് വെച്ച് ഉണ്ടാക്കിയ ദോശേൻ്റെയൊക്കെ ഒരു കളറും പിന്നെ കാഷ്യൂ കളറിൻ്റെ മണ്ടയ്ക്ക് വന്നപ്പോൾ ചോക്ലേറ്റ് കാഷ്യൂ ഒക്കെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സാധനം, ആദ്യമായിട്ട് ഉണ്ടാക്കിയ സാധനം കിടുവായിരുന്നു ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ബൈ.